everyone. Welcome to my new YouTube channel Healing Hands by Lakshmi. ഇതാണ് ഹാൻഡ്സ്. സോ ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ആൻഡ് നിങ്ങളായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യണം എന്നൊക്കെ. എനിക്കിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് സംസാരിച്ചിട്ടുള്ള പരിചയമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്താ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയ ഒരു ന്യൂ ചാനലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പേരിടല്ലാതെ ഇതിൽ ഫുൾ പ്രൊഫഷണലിസം ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആവത്തില്ല. എൻ്റെ ഡെയിലി ലൈഫ്, ഞാൻ പോകുന്ന ട്രാവലിംഗ് ആൻഡ് ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്താണോ കാണുന്നത് അത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എന്ത് ഇടണം, എന്ത് പറയണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് കുറേ പേര് ക്വയറി ചെയ്തിരുന്നു. ഇപ്പോൾ കുറേ പേര് +2 ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന പിള്ളേർ ചെയ്തിരുന്നു, ചേച്ചി എങ്ങനെയുണ്ട് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്താണ് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് പറയാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയും അങ്ങനെയൊക്കെ 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന്. കാരണം നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബെനിഫിറ്റ്സും ഉണ്ട്, അതിന് കുറേ ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവസാനിപ്പിക്കാം. കാരണം ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒരു നഴ്സായി മാറാം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അതായത് നഴ്സിംഗ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണ് കൂടുതൽ പിള്ളേരും നഴ്സിംഗ് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു 10 വീട് എടുക്കുകയാണെങ്കിൽ ഒരു 8 വീട്ടിലത്തെ ആൾക്കാരെങ്കിലും നഴ്സിംഗ് ആയിരിക്കും. കാരണം അതിലുള്ള ഒരു ആകെ കൂടിയിട്ടുള്ള നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പുറത്തു പോകാൻ പറ്റും, പിന്നെ പെട്ടെന്ന് ജോലി കിട്ടും, പഠിച്ചുടനെ ജോലി കിട്ടും. ഇതൊക്കെയാണ്. പിന്നെ ഒരുപാട് ജോബ് വാക്കൻസീസ് ഉണ്ട് നഴ്സിങ്ങിന്. അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയിട്ട് വരിക. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് നഴ്സിംഗ് പഠിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ നഴ്സിംഗ് പഠിക്കുന്നത്. അല്ലാതെ ഇതെന്താണെന്നോ, അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ജോലി എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുവശത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കാറില്ല. ഒട്ടുമിക്ക പേരും നമ്മൾ ചിന്തിക്കുന്ന അത്രയൊക്കെ തന്നെ ആയിരിക്കും. പെട്ടെന്ന് ജോലി കിട്ടും, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോവാം, പിന്നെ ഒരു ഇൻഡിപെൻഡൻസി, പിന്നെ കുറേ ജോബ് വേക്കൻസീസ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആലോചിക്കുക. ഫസ്റ്റ് നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടുള്ള പാഷനാണ്. കാരണം നിങ്ങളുടെ ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ എപ്പോഴും നമുക്ക് അതിനോടൊരു പാഷൻ വേണം. ഇപ്പോൾ നഴ്സിംഗ് ഓഫ് കോഴ്സ് അതൊരു സാലറി നമുക്ക് കിട്ടും, അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും അത് ഒരു സർവീസാണ്. നമ്മൾ നമ്മുടെ പേഷ്യൻസിന് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് വരുന്ന കുറേ ക്ലയൻസിന് ചെയ്യുന്ന ഒരു സർവീസാണത്. നമുക്ക് സാലറി കിട്ടും, അത് വേറെ വശം. പക്ഷെ എന്താണെന്ന് വെച്ചാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളെ അർപ്പിച്ച് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, സമയത്ത് വെള്ളം കുടിക്കാൻ പറ്റില്ല, സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളും സാക്രിഫൈസും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ അങ്ങനെ. അപ്പോൾ ഇതിന് കുറേ ബെനിഫിറ്റ്സും ഉണ്ട്, ഇതിന് കുറേ ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ പൈസയുടെ പിന്നാലെ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തു പോകാനുള്ള ഒരു ചാൻസിന് വേണ്ടിയിട്ടോ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കരുത്. വാട്ട് ഐ സേ, പാഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ, ഞാൻ ഒരാളിനെയും തടയില്ല. ഞാൻ കുറേ പേരുടെ അടുത്ത് ഇങ്ങനെ ഇത് തന്നെ ഞാൻ പറയാറ്. കാരണം ഇതിൻ്റെ ജോലി വശം കൂടി ആലോചിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ. കാരണം നമ്മൾ ഫിസിക്കലി മെൻ്റലി ഫുൾ ഡ്രെയിൻ ഔട്ടാവും. അതുകൊണ്ട് നമ്മൾ അതിനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഈ ഒരു ജോലിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്ന പെട്ടെന്നുള്ള ജോലിയുടെ വേക്കൻസീസ്, അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നതും പിന്നെ ബെനിഫിറ്റ്സിൽ പറയുമ്പോൾ നമ്മൾ നല്ല ജോബ് സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വേറെ ആൾക്കാരെ കാണുന്നു, നമ്മൾ സിക്കായിട്ട് വന്നൊരു പേഷ്യൻസിനെ നമ്മൾ ക്യൂറായിട്ട് വിടുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്സ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടില്ല. ഈ കോഴ്സിൻ്റെ ഒരു ഹാർഡ്നെസ്, ഇപ്പോൾ അത് സെമസ്റ്റർ വൈസാണ്. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അത് ഇയറാണ്, 4 ഇയർ കോഴ്സ്, പെർ ഇയർ നമുക്ക് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സെമസ്റ്ററാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പഠിക്കുമ്പോൾ അത് പാസ്സാവാനും, അതിൻ്റെ അസൈൻമെൻറ്റ് എഴുതാനും, കെയർ പ്ലാൻ എഴുതാനും, ഇപ്പോൾ കെയർ പ്ലാനൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കറിയാം എന്താ കാര്യം എന്ന്. പിന്നെ നിങ്ങൾ പിന്നെ പഠിക്കാൻ പോകുന്ന ഒരു വഴിയെ അറിയും. അതൊരു 10 pages ഓഫ് A4 ഷീറ്റ്സ് ആണ് നമ്മളതൊക്കെ എഴുതുന്നത്. നമ്മൾ ലേറ്റർ ഓൺ ഡ്യൂട്ടിക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിച്ചത്, എന്തിനാണ് ഇത്രയും അസൈൻമെൻറ്റ്സൊക്കെ നമ്മൾ എഴുതിയത്. ഒബ്വിയസ്ലി നമ്മളത് ചിന്തിക്കും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇതിൻ്റെ പിന്നാമ്പുറത്ത് നമ്മൾ പഠിച്ചു വരുന്നത് ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും നമുക്ക് ചിലപ്പോൾ ഈ പ്രാക്ടിക്കലിൽ വരില്ല.
നമ്മൾ ഫസ്റ്റ് തൊട്ടിട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫസ്റ്റ് ഇയറിൽ ഫണ്ടമെൻ്റലൊക്കെ പഠിക്കുന്ന ബെഡ് മേക്കിംഗ് ഓഫ് ദ പേഷ്യൻറ്റ്, ടൈപ്പ് ഓഫ് ബെഡ്സ്, ടൈപ്പ് ഓഫ് ഫ്രാക്ചേഴ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ചില 1-2 ഹോസ്പിറ്റലൊക്കെ ആ ബെഡ് മേക്കിംഗ് ഫോളോ ചെയ്താൽ ചെയ്തു, ഇല്ലെങ്കിൽ 4 ഭാഗത്ത് ഒരു കെട്ടിട്ടിട്ട് കഴിഞ്ഞു ബെഡ് മേക്കിംഗ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ച പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് വേണം, തിയറി ബേസിക് ഇല്ലാതെ നമുക്കൊന്നും, അതായത് നമുക്കൊരു ക്യൂരിയോസിറ്റി വേണം, നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്താ സംഭവിക്കുന്നത് നമുക്കറിയണമെങ്കിൽ നമുക്ക് ബേസിക് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചതിൻ്റെ പകുതി നമ്മൾ പഠിച്ച ഒരു എഫേർട്ട്, നമ്മളൊരു പാസ്സായ ഒരു എഫേർട്ടൊന്നും നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വന്നൊന്നിരിക്കില്ല. പിന്നെ നമുക്ക് വരുന്ന നൈറ്റ് ഷിഫ്റ്റുകൾ, നമുക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് എത്രയൊക്കെ നമ്മൾ നൈറ്റ്, ഇപ്പോൾ പേഷ്യൻ്റ് കുറവാണ്, നമ്മൾ ഫ്രീ ആയിട്ടിരുന്നാലും അതിൻ്റെ ഒരു മെറ്റബോളിക് ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് അത് അതൊന്ന് സെറ്റായി വരാൻ നമുക്ക് വീണ്ടും ഒരാഴ്ച എടുക്കും. അപ്പോൾ ആകെ ഒരു മാസമുള്ളത് 4 ആഴ്ച. അതിലൊരു ചില ഹോസ്പിറ്റലൊക്കെ 10 days നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. ചില സ്ഥലത്തൊക്കെ എന്ന് പറയുന്നത് 8 days ആണെങ്കിൽ അവർ ചിലപ്പോൾ സ്പ്ലിറ്റ് ഔട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, 4 days പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മളൊരു താളത്തിലും സ്വരത്തിലൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴായിരിക്കും ഈ നൈറ്റ് ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ എന്തുണ്ടാവും, വീണ്ടും നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു ലൈഫിൻ്റെ റിതം വീണ്ടും പോയി കിട്ടും. അപ്പോൾ വീണ്ടും അത് പിക്കപ്പ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് ഉറങ്ങുന്നില്ല, പകൽ ഉറങ്ങുന്നു. അപ്പം നമ്മുടെ ശരീരം അതിനായിട്ട് അതൊക്കെ നമുക്ക് അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ചുറ്റും വരുന്ന ഡാർക്ക് സർക്കിൾസ്, ക്യാൻ യു ഏബിൾ ടു സീ ദിസ്? ഇതൊക്കെ അതിൻ്റെ ഗിഫ്റ്റ്സ് ആണ്. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഈ പറയുന്നതൊക്കെ ബെഡ് സൈഡ് ജോലിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ട്. അപ്പം ഞാൻ ഇതൊന്നും പൊട്ടയെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിനോടൊക്കെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാം. പക്ഷേ പാഷൻ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമുക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് എന്തിനാ പഠിച്ചതെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ മുൻപേ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രൊഫഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അഥവാ നിങ്ങൾക്ക് പുറത്ത് പോകാനാണ് പ്ലാനിങ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളിവിടെ ചെയ്യാൻ വർക്കിംഗ്, ഇതൊക്കെ ഇന്ത്യയിലത്തെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് തന്നെ. അത് ഞാൻ അഫ്കോഴ്സ് ഐ എം വർക്കിംഗ് ഇൻ ഇന്ത്യ, അപ്പോൾ എനിക്ക് ഇന്ത്യത്തെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് കുറേ കൊല്ലങ്ങളോളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുറേ പൈസ അവിടെയും ഇവിടെയൊക്കെ അതുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളൊരു ഏജൻസീനെ തിരഞ്ഞെടുക്കുവാണ് പഠിക്കാൻ വേണ്ടിയിട്ടെന്ന്, അല്ലെങ്കിൽ പുറത്ത് പോകാനൊക്കെ പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് തിങ്ക് ചെയ്തിട്ടൊക്കെ വേണം ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്നെപ്പോലെ വല്ല എന്താ പറയുന്നത് കുളത്തിൽ ചെന്ന് ചാടേണ്ട അവസ്ഥയ്ക്ക് വരും. അപ്പം എന്തായാലും ഇപ്പോൾ കുറേ പേരൊന്നും GCC കൺട്രീസൊന്നും അധികം നോക്കാറില്ല. ജർമ്മനിയും അവിടെ ഇവിടെയൊക്കെ ഒന്നും നോക്കുന്നത്, ഫ്രീ റിക്രൂട്ട്മെൻ്റ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പ്ലാനിങ് എന്നുണ്ടെങ്കിൽ 3rd ഇയറും 3.5 years ഒക്കെ ആവത്തില്ലേ, ആ ഒരു സമയത്തൊക്കെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ A1 B1 A2 ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും B2 നിങ്ങൾ സെപ്പറേറ്റ് പോയിട്ട് നിന്ന് പഠിച്ച് തന്നെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ജോലിയിൽ ഇറങ്ങി അവിടെ ഇപ്പോൾ നമുക്ക് എന്താ പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും കുറേ പേര് ചോദിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇറങ്ങി ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് ജോലി എടുത്ത് നമുക്കൊരു ഏർണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വളരെ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ വല്ലതൊക്കെ ആഗ്രഹം, ഇപ്പോൾ OET ആണ്, IELTS ആണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ എല്ലാതും ഇതൊക്കെ ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. പക്ഷേ പോകെ നിങ്ങൾക്കതെല്ലാം തന്നെ പിടികിട്ടും. ഇത് ഇങ്ങോട്ട് പോകാനുള്ള എക്സാമാണ്, വളരെ നൂലാമലകളാണ്. ഇപ്പോൾ ഈ നഴ്സിംഗ് പഠിച്ചു കൊടുക്കുന്നത്, അതാണ് ഞാനിത് ആദ്യമേ പറയാൻ കാരണം, നിങ്ങൾ പുറത്തു പോകാനുള്ള ഉദ്ദേശത്തിലാണ് നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നഴ്സിംഗ് പഠനം എന്ന് പറയുന്നത് ഒരു ബേസിക് സ്റ്റെപ്പ് മാത്രമാണ്. അതിലേക്ക് എത്താൻ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തടുത്ത വീഡിയോസായിട്ട് അത് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടിടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ അതിന് കുറേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ നേഴ്സ്, ഇഫ് യു ഹാവ് പാഷൻ, ദെൻ യു ക്യാൻ ഡു. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ആ ഹവേഴ്സൊക്കെ ഫില്ല് ചെയ്താൽ മാത്രമാണ് എനിക്ക് എന്തേലുമൊക്കെ എന്താ പറയുന്നത് യൂട്യൂബിൻ്റെ സാലറിയൊക്കെ എനിക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. അതെന്തായാലും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് എല്ലാം ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിഷൻ എന്താ വേണ്ടത്, ആൻഡ് ഇഫ് എനിത്തിങ് അബൌട്ട് ദ സബ്ജക്റ്റ്, എനിക്ക് അത്ര വലിയ നോളജൊന്നും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക്
ഇനി ഏത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് വേണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ റിലേറ്റഡ് ടു ഈ സബ്ജക്റ്റിനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇൻട്രോ ആണ് തന്നത്. അതായത് എന്താണ് നഴ്സിംഗ് അല്ലെങ്കിൽ എന്താണ് നമ്മളിതിൽ ചെയ്യുന്നത്, അതായത് നമ്മൾ പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് ക്വയറി ചെയ്തപ്പോൾ അതിനൊരു ആൻസർ പോലെ ചെയ്തു എന്നേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൻ്റെ അവിടെ ഓൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രാന്തൻ വീഡിയോകളിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി കണ്ടോ, കുഴപ്പമൊന്നുമില്ല അങ്ങനെ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് ചോദിച്ചു. സ്റ്റേ ട്യൂൺ. ബൈ ബൈ.